സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം ഒരു ദയനീയ പരാജയമായതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ അയ്യപ്പനെയും ശബരിമലയെയൊക്കെ പറ്റുന്നത്ര ദ്രോഹിക്കാം, എങ്ങനെയൊക്കെ ദ്രോഹിക്കാമെന്ന് ഗവേഷണം നടത്തിയ ഒരു സർക്കാരാണ് അത് നടത്തിയത് എന്നതുകൊണ്ട് തന്നെ ഭക്തരായിട്ടുള്ള ആളുകൾ ആരും അങ്ങോട്ട് എത്തി നോക്കിയില്ല. ഭക്തി തലക്ക് പിടിച്ചു പോയാൽ മാർക്സിസം ഒലിച്ചു പോയെങ്കിലോ എന്ന പേടിയിൽ പാർട്ടിക്കാരും വന്നില്ല. പിന്നെ അതിൽ കുത്തി ഇറക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ സർക്കാർ ജീവനക്കാരെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുകാരെയും അവരെ കുത്തി ഇറച്ചു. അങ്ങനെ അതൊരു ദയനീയ പരാജയമായി തീർന്നു. അപ്പോൾ ഈ മാർക്സിസ്റ്റ് നേതാക്കളോടും സർക്കാരിനോടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടൊക്കെ പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ മാർക്സിസം മുറുകെ പിടിച്ച് ഇതുപോലെ തന്നെ നിങ്ങൾ ഹൈന്ദവ സംസ്കാരത്തെയും ക്ഷേത്രങ്ങളെയൊക്കെ തച്ചുടയ്ക്കുന്നത്, ആ വിശ്വാസങ്ങളെയൊക്കെ തച്ചുടയ്ക്കുന്നത് തുടരുക. അതല്ല എന്നുണ്ടെങ്കിൽ മാർക്സിസത്തെ എടുത്ത് കടലിൽ എറിയുക. എന്നിട്ട് BJPക്കാരൊക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃക സംസ്കാരമായ ഹൈന്ദവ സംസ്കാരത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുക. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ചാൽ നിങ്ങൾക്ക് പാർട്ടി അനുഭാവികളുടെ പിന്തുണയും ഉണ്ടാവില്ല, ഭക്തരുടെ പിന്തുണയും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ അവസാനം പാർട്ടിയിൽ അവശേഷിക്കുന്നത് നിങ്ങൾ നേതാക്കൾ മാത്രമായിരിക്കും.